ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും എൻ്റെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങളെല്ലാവരും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ അതേ നോക്കൂ, അച്ചൂട്ടനും ആരൂട്ടനും രാവിലെ സ്കൂളിൽ പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അച്ചു ആരും വന്ന് ചോദിക്കുകയാണ്, ഇന്ന് എന്താ സ്പെഷ്യൽ ഉണ്ടാക്കണേ അമ്മമ്മ, ഇന്ന് എന്താ ഉണ്ടാക്കണേ എന്ന് ചോദിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ കുറച്ച് ഉണക്ക മീനിനെ കൊണ്ട് അച്ചാർ ഉണ്ടാക്കാമല്ലോ എന്ന് വെച്ച് നിൽക്കുകയാണ്. അതിനിടയിൽ അച്ചുവിൻ്റെയും ആരുവിൻ്റെയും സ്കൂൾ ബസ് വന്നു. രണ്ടാളും ഞാൻ സ്കൂൾ ബസ്സിലേക്ക് കയറ്റി വിട്ടു കേട്ടോ. അപ്പം ചെറിയൊരു മടിയൊക്കെ ഉണ്ട് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട്. 1 വീക്കേ ആയുള്ളൂ സ്കൂളിൽ പോയി തുടങ്ങിയിട്ട്. അതിൻ്റെ ചെറിയൊരു മടിയൊക്കെ കാണാനുണ്ട്. എങ്കിൽ പോലും എന്താ കുഴപ്പമൊന്നുമില്ല, ടാറ്റയൊക്കെ പറഞ്ഞ് അതായത് സ്കൂൾ ബസ് കയറ്റി വിട്ടിട്ടുണ്ട്. അപ്പോഴേക്കും അമ്മ എന്താ പറയുക, ഗ്യാസിൽ അലൂമിനിയത്തിൻ്റെ ഉരുളി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഉരുളി നന്നായിട്ട് ചൂടായതിന് ശേഷം നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് കടുക് പൊട്ടാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് പൊട്ടിയതിന് ശേഷം അതിലേക്ക് എന്താ പറയുക, കുറച്ച് ആവശ്യത്തിന് വെളുത്തുള്ളിയും അതുപോലെ ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇട്ട് കൊടുക്കാൻ കേട്ടോ വേണ്ടത്. നമ്മളെ വീട്ടിലുള്ള കറിവേപ്പിലാണ് കേട്ടോ. ഒരുപാടൊന്നുമില്ല, ചെറിയൊരു കൊമ്പാണ് കേട്ടോ. അതിൻ്റെ അകത്ത് നിന്ന് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് പറിച്ചൊന്നും ഇല്ലാതായി. അപ്പം ആവശ്യത്തിന് നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും അതുപോലെ തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഒരുപാട് എന്താ പറയുക, വാടി കിട്ടണമെന്നില്ല കേട്ടോ. കുറച്ചൊന്ന് ആ ഒരു പച്ച കുത്തൊന്ന് മാറി കിട്ടിയാൽ മതി. കുറച്ച് സമയം ഒന്ന് വഴറ്റി കൊടുക്കുക. അങ്ങനെ വഴണ്ട് വന്നതിന് ശേഷം നമ്മൾ ഇന്ന് അച്ചാറാക്കാൻ പോകുന്നത് കാക്കത്തിരണ്ടിയാണ് കേട്ടോ. കാക്കത്തിരണ്ടീനെ കൊണ്ടാണ് അച്ചാർ ഉണ്ടാക്കാൻ പോകുന്നത്. പൊതുവിൽ ഉണക്ക സ്രാവ് ഉണ്ടാവില്ലേ, അതാണ് അച്ചാർ ഉണ്ടാക്കൽ. പക്ഷേങ്കിൽ ഞങ്ങൾ ഒരു തവണ ഉണ്ടാക്കിയ സമയത്ത് അത് പൊടിയായി പോയി കേട്ടോ. കുറച്ച് സമയം ഒന്ന് വഴറ്റിയെടുക്കുമ്പോഴത്തേക്കും അതൊന്ന് പൊടിഞ്ഞു പോകുന്നു. അപ്പം ആ ഒരു പീസായിട്ട് നമുക്കൊരു ഓരോ കഷ്ണങ്ങളായിട്ട് നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ പിന്നീട് ഈ കാക്കത്തരണ്ടി ഉപയോഗിച്ചിട്ടാണ് കേട്ടോ അച്ചാർ ഉണ്ടാക്കൽ. ഇത് പിന്നെ കുഴപ്പമില്ല, നമ്മളിപ്പോൾ എത്ര വഴറ്റിയെടുത്താലും ഓരോ പീസായിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഇതിലേക്ക് അമ്മ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ടു കേട്ടോ. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുകയാണ്. ഒരുപാട് വെള്ളത്തിൽ കഴുകിയിട്ടാണ് കേട്ടോ. നന്നായിട്ട് ക്ലീൻ ചെയ്യണം. ഇതിൽ നിറയെ ഉപ്പ് പിടിച്ചിട്ടുണ്ടാവും. പിന്നെ അതുകൊണ്ട് നന്നായിട്ട് കുറേ വെള്ളത്തിൽ കഴുകി എടുത്തതിന് ശേഷമാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് എക്സ്ട്രാ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഓൾറെഡി ഇതിൽ ഉപ്പുണ്ടാകും. പിന്നെ മസാലയൊക്കെ ആഡ് ചെയ്ത് വരുമ്പോഴത്തേക്കും ആ ഉപ്പൊന്ന് കുറച്ച് കുറഞ്ഞിരിക്കും, അത്ര തന്നെ. ഒരു പീസൊക്കെ കഴിക്കുമ്പം ധാരാളമാണ് കേട്ടോ. നമുക്കിപ്പം ഉണക്കൊന്നും ഇല്ലാത്ത, അതായത് മീനൊന്നും കിട്ടാത്ത ആ ഒരു സാഹചര്യത്തിൽ ഈ ഒരു ഉണക്കിൻ്റെ ഒരു കഷ്ണവും അതും കൂട്ടി ചോറ് കഴിക്കാൻ മീനിൻ്റെ ആ ഒരു എന്താ പറയുക, ആ ഒരു ടേസ്റ്റിന് ഒത്തിട്ടുണ്ടാകില്ലെങ്കിലും ഉണക്കച്ചാറ് കുഴപ്പമില്ല കേട്ടോ. ശരീരത്തിന് വലിയ ഇതിപ്പം പ്രഷറൊക്കെ ഉള്ളവർക്ക് കൊടുക്കുകയാണെങ്കിൽ ബുദ്ധിമുട്ടാണ്. എങ്കിൽ പോലും നോർമലി ഒരു കുഴപ്പമൊന്നും ഇല്ലാത്തവർക്കാണെങ്കിൽ ഒരു പീസൊക്കെ കൊടുത്തതിന് വെച്ചൊന്നും വരാനൊന്നും പോകുന്നില്ല കേട്ടോ. അപ്പോൾ ഡെയിലി കഴിക്കുന്നത് നല്ലതല്ല എന്തായാലും. പിന്നെ എന്താ പറയുക, കുറച്ച് നന്നായിട്ട് ഇതുപോലെ വഴറ്റി കൊടുക്കുക. അപ്പം നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം, അതായത് വഴണ്ട് വരിക എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കഴുകുന്ന സമയത്ത് ഉണക്ക മീനിൽ ഓൾറെഡി വെള്ളം ഉണ്ടാവും. ആ ഒരു വെള്ളവും അതുപോലെ നല്ലെണ്ണയും കൂടി മിക്സ് ചെയ്തിട്ടൊന്നിങ്ങനെ പതഞ്ഞ് വരും കേട്ടോ. അപ്പോൾ നല്ല തിള വരുന്ന സമയത്ത് അതിൻ്റെ അകത്ത് നിന്ന് ആ ഉണക്ക മീനിൽ നിന്നും വെള്ളം ഇറങ്ങി വരും താഴേക്ക്. അപ്പം ആ വെള്ളം കണ്ടൊന്ന് പതഞ്ഞ് വരുന്നുണ്ടോ, ആ വെള്ളവും അതുപോലെ എണ്ണയും കൂടി പതഞ്ഞ് വരും. അങ്ങനെ ആ വെള്ളം പൂർണ്ണമായിട്ട് വറ്റണം. അതുവരെ കൈവിടാതെ വഴറ്റി കൊടുത്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ നന്നായിട്ട് വഴറ്റി കൊടുത്തിട്ട് പിന്നെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിയതിന് ശേഷം ആവശ്യമെങ്കിൽ നമുക്ക് കുറച്ച് നല്ലെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നല്ലെണ്ണ ഉപയോഗിക്കുന്നത് കൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. അച്ചാറൊക്കെ കേടുപാടുകളൊക്കെ കൂടാതെ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ വെള്ളമൊക്കെ മുഴുവനും വറ്റിയിട്ടുണ്ട്. അമ്മ പറഞ്ഞു കുറച്ചുകൂടി നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അതിന് നല്ലെണ്ണയിൽ കൂടിയിട്ട് ഉണക്കമീൻ നന്നായിട്ട് വഴണ്ട് കിട്ടണം. ഇനിയിപ്പോൾ ഈ ഒരു പച്ച പുറം ഭാഗത്ത് കുഴപ്പമില്ല, കുറച്ചൊരു കളർ വന്നിട്ടുണ്ട്. ഇനി അകം കൂടി വെന്ത് കിട്ടണം. അതായത് നല്ലോണം വറുത്തെടുക്കണം. ഉണക്കമീൻ ആ എണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ട് വറുത്ത് കോരി വരണം. അപ്പോഴേക്കും പിന്നെ മസാല ഇട്ട് കൊടുത്താൽ മതി. ഈ ഒരു ഉണക്കമീൻ വറുത്ത് വരുന്ന ആ ഒരു സമയം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോഴേക്കും പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ് ഉണക്കമീനിനെ കൊണ്ടുള്ള അച്ചാറൊക്കെ. അപ്പം നന്നായിട്ട് വഴറ്റി കൊടുക്കുക കേട്ടോ. ഈ എണ്ണയിൽ കിടന്നിട്ട് ഉണക്കമീൻ നന്നായിട്ട് വറുത്ത് വരണം, എന്താ പറയുക, വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ കളറൊക്കെ നന്നായിട്ട് മാറും. നന്നായിട്ട് മാറി ഒന്ന് വറുത്ത് കോരൂലേ, അതുപോലെ ആ ഒരു വറുത്ത് വരുന്ന സമയത്ത് നമുക്ക് മസാലപ്പൊടികൾ നമുക്ക് ഇട്ട് കൊടുക്കാം.
അപ്പോൾ അങ്ങനെ നന്നായിട്ട് ഇതാ കളറൊക്കെ ഒന്ന് മാറി കിട്ടിട്ടോ. ഇതാ നന്നായിട്ട് കളറ് മാറി നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് കളറ് നന്നായിട്ട് മാറിയിട്ടുണ്ടാകും. പുറമൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി ഞാൻ. ഉപ്പ് കുറച്ചുണ്ട്, മുന്നിട്ട് നിൽക്കുന്നുണ്ട്. എന്നാൽ പോലും മസാലയൊക്കെ ഇടുമ്പം ശരിയാവും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ കുറച്ച് നടുവിലോട്ടായിട്ട് ഞാൻ കുറച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നില്ലേ, അതിലേക്ക് മസാലപ്പൊടി ഇട്ടോളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ അമ്മേനോട് പറയാണ്. അപ്പോൾ അമ്മ ആവശ്യത്തിന്, ഒരുപാട് മസാലപ്പൊടിയൊന്നും ഇല്ല കേട്ടോ, ആവശ്യത്തിന് മുളക് പൊടിയും അതിൻ്റെ കൂടെ അച്ചാർ പൊടിയും മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ എണ്ണയിൽ കിടന്നിട്ട് മുളക് പൊടി ഒന്നൊന്ന് വഴണ്ട് കിട്ടിയതിന് ശേഷം അതിൻ്റെ പച്ചമണം ഒന്ന് മാറിയതിന് ശേഷം ഇത് അച്ചാർ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം എന്താ മുളക് പൊടിയും അച്ചാർ പൊടിയും ഒക്കെ നന്നായിട്ട് ഉണക്കമീനിൽ പിടിച്ച് വരണം. അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. നന്നായിട്ട് വഴണ്ട് കിട്ടിയതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് അതിലേക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. വിനാഗിരി നല്ലതാണ്, നല്ലൊരു പുളിപ്പും ഒക്കെ അച്ചാറിന് കുറച്ചുകൂടി ടേസ്റ്റ് കൂട്ടുന്ന സംഭവമാണ് വിനാഗിരി. അതുപോലെ തന്നെ കേട് കൂടാതെ നിൽക്കും കേട്ടോ കുറച്ച് നാൾ വിനാഗിരി ഒഴിച്ചു കൊടുക്കുമ്പോൾ. അപ്പോൾ കുറച്ച് ആവശ്യത്തിന് നമുക്ക് വിനാഗിരി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ജസ്റ്റ് ഈ വിനാഗിരി ഒന്ന് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒരു തിള വരുവോ വേണ്ട കേട്ടോ. ഒന്നൊന്ന് തിളച്ചൊന്ന് വന്നാൽ അച്ചാർ റെഡി കേട്ടോ. സൂപ്പർ അടിപൊളി ഉണക്കമീനിനെ കൊണ്ടുള്ള അച്ചാർ റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ആവശ്യത്തിന് നമുക്ക് വിനാഗിരും കൂടി ഒഴിച്ച് കൊടുത്ത് ഒരു തിള വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അതാ തെളിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എണ്ണ തെളിഞ്ഞ് വരുന്നുണ്ടോ നിങ്ങൾ? അപ്പോൾ നമ്മൾ അടിപൊളി ഉണക്കമീനിനെ കൊണ്ടുള്ള അച്ചാർ ഇതാ റെഡി ആയിട്ടുണ്ട്. അപ്പം ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ്. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ അടിപൊളി ഉണക്കമീനിനെ കൊണ്ടുള്ള അച്ചാർ ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നു. നന്നായിട്ട് നമുക്കിനി ഒരു ചെറിയൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. നന്നായിട്ട് തെളിഞ്ഞ് വന്നു കണ്ടോ, എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നു കേട്ടോ. നല്ല അടിപൊളിയായിട്ടുണ്ട്, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, നല്ല ആവശ്യത്തിന് പുളിയും എരിവും ഉപ്പും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് അടിപൊളിയായിട്ടുള്ള അച്ചാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ബായ്.